രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒടുവിലത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ദിവസം നടന്നു. മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് പിരിയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി മന്ത്രിമാരോടൊരു വാക്ക് മാത്രം പറഞ്ഞു: ചൊവ്വാഴ്ച വീണ്ടും കൂടിക്കാണാം. ഇതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു അനുഭവം പറയാം. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. റിസൾട്ട് കാക്കുകയാണ് കേരളം. അന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവരുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ച് ഒരു കാര്യം പറഞ്ഞു: ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. കോൺഗ്രസ്സിന് ഒരു സീറ്റോ മറ്റോ കിട്ടിയാലായി. കേൾക്കണം, UDF-നെ നയിക്കുന്ന കോൺഗ്രസ്സിന് ഒരു സീറ്റോ മറ്റോ, 20 ലോക്സഭാ സീറ്റുകളിൽ ഒരു സീറ്റോ മറ്റോ കിട്ടിയാലായി. അന്ന് AKG സെൻറ്ററിൽ പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇന്ദിരാഭവനിൽ KPCC വക്താവ് MM ഹസൻ മാധ്യമങ്ങളെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, CPM സംസ്ഥാന സെക്രട്ടറി കോൺഗ്രസിനെ അധിക്ഷേപിക്കുകയാണ്. കോൺഗ്രസിന് ഒരു സീറ്റോ 20-ൽ. റിസൾട്ട് വന്നു. കോൺഗ്രസിന് കേരളത്തിൽ ഒരു സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ചരിത്രമാണ്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന് ഒരൊറ്റ സീറ്റും ഉണ്ടായിരുന്നില്ല. 20-ൽ 18 LDF. ലീഗിൻ്റെ 2-ൽ 1 സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ 50% അവർക്ക് നഷ്ടപ്പെട്ടു. മഞ്ചേരിയിൽ KPA മജീദിനെ CPM-ൻ്റെ LDF-ൻ്റെ സ്ഥാനാർത്ഥി TK ഹംസ തോൽപ്പിച്ചു. പൊന്നാനിയിൽ E അഹമ്മദ് മാത്രമാണ് ജയിച്ചത്. UDF-ൻ്റെ ആ തെരഞ്ഞെടുപ്പിലെ ഒരേ ഒരു വിജയം അതായിരുന്നു. 18 LDF, 1 സീറ്റ് ലീഗ്, പിന്നെ 1 സീറ്റ് കിട്ടിയത് മൂവാറ്റുപുഴയിൽ കേരള കോൺഗ്രസ് M-ൽ നിന്ന് IFDP എന്ന പുതിയ പാർട്ടി രൂപീകരിച്ച് NDA-യിലേക്ക് പോയ PC തോമസാണ് ജയിച്ചത്. അങ്ങനെയാണ് 2004 ഇലക്ഷൻ റിസൾട്ട്. ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് ഇത്ര കൃത്യമായി കാര്യങ്ങളെ രാഷ്ട്രീയമായി പ്രവചിക്കാൻ കഴിയുമോ? രാഷ്ട്രീയമായി കാര്യങ്ങളെ കൃത്യമായി വിലയിരുത്തുകയും എണ്ണം അടക്കം കൃത്യമായി പറയുകയും ചെയ്യുന്ന സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർ മുതൽ പ്രാദേശികവും അതിന് മുകളിലുമുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ട്, മാധ്യമപ്രവർത്തകരൊക്കെ ഉണ്ട്. ഏറെക്കുറെ ശരിയാകാറുമുണ്ട്. രാഷ്ട്രീയ വിശകലനങ്ങൾ, രാഷ്ട്രീയ വിലയിരുത്തലുകൾ വസ്തുതാപരവും കൃത്യവുമാകാറുണ്ട്. പക്ഷേ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇത്ര തറപറ്റാൻ പോവുകയാണ് എന്ന് രാഷ്ട്രീയമായി പ്രവചിക്കാൻ കഴിയുന്നു. അതിനെക്കുറിച്ച് പിന്നീട് ജോൺ ബ്രിട്ടാസ് അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട് പിണറായി വിജയനോട്. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് അത്ര കൃത്യമായി പറയാൻ കഴിയുന്നത്? ചിരിച്ചുകൊണ്ട് ഒരൊറ്റ വാചകത്തിൽ പിണറായി പറഞ്ഞ മറുപടി: രാഷ്ട്രീയം നമ്മൾ കൃത്യമായി സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ മതി, നമുക്ക് അതിൻ്റെ ഉള്ളുകളികൾ മനസ്സിലാവും എന്നാണ്. ഏതാണ്ട് അതേ സ്വഭാവത്തിലാണ്. ചൊവ്വാഴ്ച വീണ്ടും കൂടിക്കാണാം എന്ന് മുഖ്യമന്ത്രി തൻ്റെ കൂടെയുള്ള മന്ത്രിമാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുമുണ്ടാവും ഒരു കാര്യം. ഈ പറഞ്ഞതുപോലുള്ള അനുഭവങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയനിൽ നിന്ന് പല ഘട്ടങ്ങളിലും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതായത് ചൊവ്വാഴ്ചയ്ക്ക് എന്താ പ്രത്യേകത? തിങ്കളാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് ഫലം. തിങ്കളാഴ്ച റിസൾട്ട് വരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാകും എന്ന ശുഭപ്രതീക്ഷ അല്ലെങ്കിൽ, ആ പ്രത്യാശയല്ലെങ്കിൽ, ആ ബോധ്യമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ചൊവ്വാഴ്ച വീണ്ടും കൂടിക്കാണാം എന്ന് പിണറായി വിജയൻ തൻ്റെ സഹപ്രവർത്തകരോട് പറയുന്നത്? മുമ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ലെ ചില മുതിർന്ന സഹപ്രവർത്തകർ പറഞ്ഞൊരനുഭവമാണ്. പാലക്കാട് ജില്ലയിലെ തൃത്താല നിയമസഭാ മണ്ഡലം, VT ബൽറാമാണ് അവിടെ സിറ്റിംഗ് MLA ആയിരുന്ന ആൾ. കോൺഗ്രസിൻ്റെ ശ്രദ്ധേയനായ യുവ നേതാക്കളിൽ ഒരാളാണല്ലോ. അവിടെ
രണ്ടാം പിണറായി വിജയൻ സർക്കാർ വന്നാൽ നിർബന്ധമായും മന്ത്രിയാക്കാൻ ആലോചിക്കുന്ന CPM-ന്റെ യുവ നേതാക്കൾ ശ്രദ്ധേയനായ MP രാജേഷിനെ VT ബൽറാമിനെതിരെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്നു. ആ യോഗത്തിൽ, സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ, പല മുതിർന്ന നേതാക്കൾ അഭിപ്രായം പറഞ്ഞു, MP രാജേഷിനെ കൊണ്ട് VT ബൽറാമുമായി ഏറ്റുമുട്ടാൻ വേണ്ടി കൊടുക്കണോ, കുറച്ചുകൂടെ ഷുവർ സീറ്റ് MP രാജേഷിനെ നമുക്ക് പരിഗണിച്ചുകൂടെ? അപ്പോൾ പിണറായി പറഞ്ഞത്രേ അവിടെ ജയിക്കാൻ പോകുന്നത് രാജേഷാണ്. തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര UDF ജയിച്ചുകൊണ്ടിരുന്ന സീറ്റാണ്. കാർത്തികേയൻ്റെ മകൻ KS ശബരിനാഥാണ് അവിടെ MLA ആയിരുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഏരിയ സെക്രട്ടറി G സ്റ്റീഫനെ നിർത്തിയപ്പോൾ പലരും സംശയം പ്രകടിപ്പിച്ചു, ആ സീറ്റ് VK മധുവിനെ നിർത്തിയാൽ നമുക്ക് പിടിക്കാൻ പറ്റില്ലേ? VK മധു മോശം നേതാവ് അല്ല, പക്ഷേ പിണറായി വിജയൻ പറഞ്ഞത്രേ അവിടെ സ്റ്റീഫനാണ് ജയിക്കാൻ പോകുന്നത്. ഇതൊന്നും എന്തെങ്കിലും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യം. നമ്മുടെ കൺമുന്നിൽ നടന്ന CPM എന്ന പാർട്ടിക്കകത്ത് നടന്ന കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ എന്ന നിലയ്ക്ക് നമുക്ക് അറിയുന്ന വിവരങ്ങളാണ്. ഇതൊക്കെ സംഭവിച്ചു. സ്റ്റീഫൻ ജയിച്ചു, MP രാജേഷൻ ജയിച്ചു, KS ശബരിനാഥ് തോറ്റു, ബൽറാം തോറ്റു. അപ്പോൾ ഇതൊന്നും ഊഹങ്ങളല്ല, പ്രവചനങ്ങളല്ല, രാഷ്ട്രീയമായ കൃത്യമായ വിശകലന പാടവത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. ചൊവ്വാഴ്ച കാണാം എന്ന് പറഞ്ഞതിലേക്കാണ് നമ്മൾ വീണ്ടും എത്തുന്നത്. നമ്മളെ ഇത്രയും പറയിച്ചത് ആ ഒരൊറ്റ വാചകമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 10 വർഷം കേരളം ഭരിച്ച ശേഷം ആരോടും മിണ്ടാതെ, റിസൾട്ട് വരാൻ കാത്തു നിൽക്കാതെ തിരുവനന്തപുരം വിട്ടു എന്ന് നുണ പ്രചരിപ്പിക്കുന്ന ചില ആളുകളുണ്ട്, ചില മാധ്യമങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർക്ക് പോകാനും കണ്ണൂർക്കും തിരുവനന്തപുരത്ത് വരാനും ഒക്കെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമില്ലേ? അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടും വീടും കണ്ണൂരിലാണ്. അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാം, അവിടെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ, ആ ബന്ധുക്കളുടെ വിവാഹമോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പോകാം, തിരിച്ചു വരാം. റിസൾട്ട് വരാൻ കാത്തു നിൽക്കാതെ പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിന്ന് മുങ്ങി എന്ന മട്ടിൽ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയും അതിന് സപ്പോർട്ടീവായിട്ട് AI ചിത്രങ്ങൾ, പിണറായി വിജയൻ്റെ ഭാര്യയുടെയൊക്കെ യാത്രയുടെ AI ചിത്രങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് അതുകൊണ്ട് ഒരു താൽക്കാലിക സുഖം കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ, അവർ ആ താൽക്കാലിക സുഖത്തിൽ അഭിരമിക്കട്ടെ. പക്ഷേ പിണറായി വിജയൻ നമുക്കിടയിൽ തന്നെയുണ്ട്, തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. ചൊവ്വാഴ്ച കൂടിക്കാണാമെന്ന് സഹപ്രവർത്തകരോട് പറഞ്ഞിട്ട് അദ്ദേഹം നാളെ രാവിലെ റിസൾട്ട് എണ്ണുമ്പോൾ TV-യുടെ മുന്നിൽ ആത്മവിശ്വാസത്തോടെ ഇരിക്കാൻ കാത്തിരിക്കുകയാണ്. കേരളവും ആ ആത്മവിശ്വാസം തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും വരും. തുടർച്ചയായി 3-ാം തവണയും ചരിത്രം എഴുതിക്കൊണ്ട് LDF വരും. വീണ്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും. കേരളത്തിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ സ്വാഭാവികവും അതിൻ്റെ ജനപക്ഷവുമായ തുടർച്ച ഉണ്ടാവും. കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.